Yes. Hello everyone. Welcome to Rahil's Academy. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ നമുക്ക് ഒരുപാട് സബ് ടോപ്പിക്സുകൾ പഠിക്കാനുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഡിഫറൻസുകൾ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ട്. ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിന്റെ ആൻസർ പറഞ്ഞ് ആ ഒരു സിസ്റ്റം അല്ല. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്ലൈഡിൽ കാണിക്കും, അതിനുശേഷം ആ ക്വസ്റ്റ്യനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കും. അതിന്റെ കൂടെ എന്താണ് ആ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്നും കൂടി നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡിസ്കഷന് മുന്നോട്ട് പോവുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ടോപ്പിക്സും സബ് ടോപ്പിക്സിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിനെ പറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയണം എന്നുള്ള നിങ്ങൾക്കൊരു ആ ഒരു രീതിയിലൊരു ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ടോപ്പിക്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എഡീഷണലി നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കേഡറ്റുമായി ബന്ധപ്പെട്ടുള്ള PYQ ഡിസ്കഷൻ, MCQ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് കൂടി ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് വി ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, which of the following statements represents the proximo-distal principles of development? അല്ലെ, proximo-distal principles of development എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പ്ലേലിസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയില്ല കേട്ടോ, കാരണം എല്ലാ ടോപ്പിക്സിന്റെയും വീഡിയോ പ്ലേലിസ്റ്റിൽ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ കാണാം, ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോ പ്രോക്സിമോ-ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് അതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഐഡന്റിക്കൽ ട്വിൻസ് ലിവിംഗ് ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ് ക്യാൻ ഡെവലപ്പ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ്. തേർഡ് ഓപ്ഷൻ എന്താണ്? ചിൽഡ്രൻ ഡെവലപ്പ് ദി എബിലിറ്റി ടു ഗ്രാസ്പ് എ ബോൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ ടു എ ത്രെഡ്. ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ചിൽഡ്രൻ ഡെവലപ്പ് ദി എബിലിറ്റി ടു സിറ്റ് അപ്പ് ബിഫോർ സ്റ്റാൻഡിങ്. ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ്സിലെ പ്രോക്സിമോ-ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആൻസറോട് പോകുന്നതിന് മുന്നേ എന്താണ് ഈ പ്രോക്സിമോ-ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ്? ദ പ്രോക്സിമോ-ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രസ് ഫ്രം ദി സെന്റർ ഓഫ് ദി ബോഡി ഔട്ട്വേർഡ് നിയർ ടു ഫാർ. Children first gain control over the shoulders and arms, allowing them to grasp larger object like a ball. Later control developments in the hands and fingers. അതായത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ആദ്യം എന്തായിരിക്കും, ശരീരത്തിന്റെ നടുഭാഗത്താണ് അവർക്ക് എന്ത് ചെയ്യുക, ആദ്യം കൺട്രോൾ കിട്ടുക. ഫോർ എക്സാമ്പിൾ, വിരൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡി സെന്റർ പാർട്ടിൽ നിന്ന് വളരെയധികം ദൂരത്തുള്ള ഒരു ബോഡി പാർട്ടാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൈവച്ച് നമുക്ക് മനസ്സിലാവും, നമ്മുടെ ബോഡിന്റെ സെന്ററിൽ നിന്ന് വളരെയധികം ദൂരമുള്ള ഒരു ഭാഗമാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മസിൽസ് ഡെവലപ്മെന്റ് ഫസ്റ്റ് എവിടെ ബിഗിൻ ചെയ്യുക, സെന്റർ പോർഷനിലാണ്. ഈ അരക്കെട്ട്, അതുപോലെ ഷോൾഡർ, ഇവിടെയാണ് ഫസ്റ്റ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുക. അതിനുശേഷമാണ് അത് കയ്യിലോട്ട് പോകുള്ളൂ. ആ കയ്യിൽ പോയതിനു ശേഷമാണ് ഫിംഗറിലോട്ട് പോകുള്ളൂ. ഇതാണ് പ്രോക്സിമോ-ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചും കൂടി ഞാൻ ഫിഗർ ഒക്കെ വെച്ച് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, പ്ലേലിസ്റ്റില്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പ്രോക്സിമോ-ഡിസ്റ്റാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ വരിക, സി ആണ്. അതായത് ചിൽഡ്രൻ ഡെവലപ്പ് ദി എബിലിറ്റി ടു ഗ്രാസ്പ് എ ബോൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ ടു എ ത്രെഡ്. അല്ലെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഫസ്റ്റ് എന്താണ്, ഒരു ബോള് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ചതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഈ ത്രെഡിന്റെ ഉള്ളിൽ ബീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഈ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ആ ത്രെഡിനുള്ളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ അടുത്ത ബീഡ്സ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാല ഷേപ്പ് ഒരു സാധനം ആക്കുക. അപ്പൊ ബോൾ എന്ന് പറയുമ്പോൾ എന്താണ്, കൈ എന്നുള്ളൊരു പവറാണ്. ഫസ്റ്റ് ബോൾ എടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷമാണ് ഒരു കുട്ടിക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഓർഡർ മനസ്സിലായല്ലോ. ആദ്യം ഷോൾഡറിൽ പവർ, ആദ്യം ഷോൾഡർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു, അതിനുശേഷം കൈക്ക് സംഭവിക്കുന്നു, അതിനുശേഷം ഫിംഗറിൽ സംഭവിക്കുന്നു. ഈ രീതിയിലാണ് കുട്ടികളുടെ മസിൽസ് ഡെവലപ്മെന്റ് പൊതുവെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട്
ആദ്യം ബോൾ എടുക്കാൻ പറ്റും, അതിനുശേഷം മാത്രമാണ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ത്രെഡ് യൂസ് ചെയ്തിട്ട് വിരലുകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇൻ ഡെവലപ്മെന്റൽ ടേംസ്, എ ടൈം ഫ്രെയിം ഡ്യൂറിംഗ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഷോസ് ഹൈറ്റൻഡ് സെൻസിറ്റിവിറ്റി ടു ഡെവലപ്പിംഗ് എ പെർട്ടിക്കുലർ സ്കിൽ ഈസ് നോൺ ആസ്, അതായത് ഈ ഡെവലപ്മെന്റ് കുട്ടികളിൽ ഉണ്ടാകുന്ന സമയത്ത് ഏതോ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിലാണ് ഒരു മനുഷ്യന് ഭയങ്കരമായിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുക. ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കില്ല് പഠിക്കാനുള്ള ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു പീരീഡ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഇൻസെന്റീവ് പീരീഡ് ഉണ്ട്, സ്റ്റിമുലസ് പീരീഡ് ഉണ്ട്, ക്രിട്ടിക്കൽ പീരീഡ് ഉണ്ട്, എൻകോഡിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ക്രിട്ടിക്കൽ പീരീഡ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എ ക്രിട്ടിക്കൽ പീരീഡ് ഈസ് എ സ്പെസിഫിക് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് which a child is especially sensitive to certain experiences or stimuli. Learning particular skills during this period occurs more easily and efficiently, and missing this period may make later development more difficult. അല്ലെ? അപ്പോൾ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരുപാട് എന്താണ് സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്കിൽസുകൾ ഈസി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ പീരീഡ് എന്നുള്ളത്. ഇൻ കേസ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിട്ടിക്കൽ പീരീഡ് കുട്ടിക്ക് മിസ് ചെയ്യുകയാണെന്ന്, അതായത് ക്രിട്ടിക്കൽ പീരീഡിൽ കുട്ടികൾ കാര്യമായ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഡെവലപ്മെന്റ് സ്റ്റേജിൽ എന്താണ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? സി ആണ്, ക്രിട്ടിക്കൽ പീരീഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗ്രോസ് മോട്ടോർ സ്കിൽ? ഓക്കെ, ഞാൻ ഗ്രോസ് മോട്ടോർ സ്കില്ലിന്റെയും ഫൈൻ മോട്ടോർ സ്കില്ലിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും ബാക്കിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ പറയപ്പെടുന്നതിൽ ഗ്രോസ് മോട്ടോർ സ്കില്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതാണ് എന്ന് ചോദിക്കുന്നത്? നിറ്റിംഗ്, സ്വിമ്മിങ്, cutting along the outline of a circle on a paper, cutting along the outline of a rectangle on a paper. ഇതിൽ ഏതാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നത്? നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഗ്രോസ് മോട്ടോർ സ്കിൽസ് നോക്കാം. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഇൻവോൾവ്സ് the use of large muscles of the body for movements such as walking, running, jumping and swimming. Okay, അപ്പോ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ലാർജ് മസിൽസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലാർജ് മസിൽസ് എന്ന് പറയുമ്പോൾ കൈ, കാലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നടക്കുക, വാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കയ്യും കാലും ലാർജ് മസിൽസ് ആണ്. ഓടുക, റണ്ണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കയ്യും കാലും ആണ് അല്ലെ. ജമ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും കയ്യും കാലും ആണ്. ഫൈൻ. അപ്പോ ഒരു മനുഷ്യ ശരീരത്തിന്റെ ലാർജ് മസിൽസ് അല്ലെങ്കിൽ മേജർ മസിൽസ് യൂസ് ചെയ്യുന്ന സ്കിൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് എന്താണ്? ഈ ലോ മസിൽസ് ഉണ്ടല്ലോ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ കൈ, ഈ ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ഇതൊക്കെ എന്താണ്? മസിൽസ് ആണ്, പക്ഷെ എന്തല്ല, സ്മോൾ മസിൽസ് ആണ്, ലാർജ് മസിൽസ് അല്ല. ഈ മസിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ലിനെ വിളിക്കുന്ന പേരെന്താണ്? ഫൈൻ മോട്ടോർ സ്കിൽ. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിറ്റിംഗ്, നമ്മൾ ഈ കുട്ടികളൊക്കെ ഈ നമ്മളെ, എനിക്കൊരു പേര് മറന്നുപോയി, ഒരു ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു, പിന്നെ പൊതുവെ ഗേൾസ് ആണ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്, ഫിംഗേഴ്സും ഹാൻഡ്സും ആണ്. ഓടുമ്പോൾ ചാടുമ്പോൾ എന്താണ്? ലാർജ് മസിൽസ് ആണ് കേട്ടോ. അത് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഇത് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എന്താ ചോദിക്കുന്നത്? ഇതിൽ ഏതാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് യൂസ് ചെയ്ത് കുട്ടികൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? സ്വിമ്മിംഗ് ആയിരിക്കും ഡെഫിനറ്റ്ലി. കാരണം എന്താണ്? ലാർജ് മസിൽസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് സ്വിമ്മിംഗ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? സ്വിമ്മിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗ്രോത്ത് ഇൻ ദി ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് എ ചിൽഡ്രൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് ഡൊമൈൻ, ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, ക്വാളിറ്റേറ്റീവ് ചേഞ്ച്, ചേഞ്ച് ഇൻ എഫക്റ്റീവ് ഡൊമൈൻ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് വീഡിയോയിലെ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടിയുടെ ഹൈറ്റിലും വെയിറ്റിലും ഉണ്ടാകുന്ന ഗ്രോത്തിനെ നമ്മൾ എന്ത് ചേഞ്ച് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്? കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള ചേഞ്ച് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണോ, ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണോ, അല്ലെങ്കിൽ എഫക്റ്റീവ് ഡൊമൈനിലുള്ള ചേഞ്ച് ആണോ? ഇതിൽ ഏതാണ് ഹൈറ്റും വെയിറ്റും ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്തിനെ വിളിക്കുന്ന, ചേഞ്ചിനെ വിളിക്കുന്ന പേരെന്ന് ചോദിക്കുന്നത്? അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ്. സോ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്? നമുക്ക് നോക്കാം. An increase in height and weight can be measured numerically. Such measurable physical changes are known as
ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്, റൈറ്റ്? അപ്പോ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികളിലുള്ള ഗ്രോത്തുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ നീളം, അല്ലെ? നീളം വെക്കുക, വെയിറ്റ് കൂടുക, ഇതൊക്കെ നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു കുട്ടിയുടെ ബുദ്ധി വികാസം നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റും, നമ്പർ അടിസ്ഥാനത്തിൽ ഇല്ല. അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ്. അണ്ടർസ്റ്റുഡ്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി, നമ്പർ ബേസ്ഡ് അല്ലെ, ന്യൂമറിക്കൽ അല്ലെ, വിച്ച് ക്യാൻ ബി മെഷേർഡ് എന്നുള്ള പേരിലാണ് ആ ഒരു ഡെഫിനിഷൻ നമ്മൾ അതിനെ യൂസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഹൈറ്റും വെയിറ്റും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണെന്നുള്ളതാണ്. ഓക്കെ, ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി പ്രോസസ് ഓഫ് ഗ്രോത്ത്. ഗ്രോത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രോത്ത് ആട്ടോ ഈ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following statements about development is correct? Different aspects of development are independent of each other. Development is a discontinuous process. Okay, development occurs in a spiral manner, not linear. Development proceeds from specific to general. Okay, ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഡെവലപ്മെന്റ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ്സ് കണ്ടേ നമുക്ക് മനസ്സിലാവും തെറ്റാണ്. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ എ സ്പൈറൽ മാനർ, നോട്ട് ലീനിയർ. നമുക്ക് എന്താ അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കാം കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ്. ഇറ്റ് ഡസന്റ് ഓൾവേസ് പ്രോഗ്രസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ഒരു വരച്ച വരയില് അതേപോലെ തന്നെ പോണം എന്ന രീതിയിലല്ല ഡെവലപ്മെന്റ് സംഭവിക്കുക. ഞാൻ ഡെവലപ്മെന്റിന്റെ ക്ലാസ്സിൽ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സബ്ജക്റ്റീവ് ആണ് അല്ലെ. പല പല കുട്ടികൾക്കും പല പല രീതിയിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുക. ചില ആളുകൾ പെട്ടെന്ന് ഡെവലപ്പ് ആവും, ചില ആളുകൾ ചില ഏരിയാസ് പെട്ടെന്ന് ഡെവലപ്പ് ആവും, ചില മേഖലകൾ ഇപ്പോ ചിലപ്പോൾ കുട്ടികൾക്ക് ഹൈറ്റും വെയിറ്റും അല്ലാണ്ട് വരും, പക്ഷെ ബുദ്ധി വികാസം കുറവായിരിക്കും. അതേസമയത്ത് ചില കുട്ടികൾക്ക് ലോജിക്കൽ റീസണിങ് ഭയങ്കര എബിലിറ്റി ഉണ്ടാവും, പഠിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ട് അത് ഒരേപോലെ നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ലീനിയർ സ്ട്രേറ്റ് ലൈനിൽ നടക്കുന്ന കാര്യം ലീനിയർ അല്ല എന്നുള്ളതാണ്. ഓക്കെ, instead it often moves forward with a period of rapid growth, consolidation and refinement. Okay, therefore development is best understood as occurring in a spiral manner. അല്ലെ, സ്പൈറൽ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഈ രീതിയിലാണ് ഡെവലപ്മെന്റ് എന്നത് സംഭവിക്കുന്നത് അല്ലെ. കുറഞ്ഞു കൂടി അതിങ്ങനെ തിരിച്ചു വന്ന് പഠിച്ചതിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വന്ന് അങ്ങനെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിലല്ല ഡെവലപ്മെന്റ് എന്നത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ എ സ്പൈറൽ മാനർ, നോട്ട് ലീനിയർ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു കോൾബർഗ്, അറ്റ് വിച്ച് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഡസ് ആൻ ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് മെയിൻലി ഡിപെൻഡ് ഓൺ ദ തോട്ട് വാട്ട് ഡു പീപ്പിൾ തിങ്ക് ഓഫ് മീ? ഓക്കെ, അതായത് കോൾബർഗിന്റെ തിയറി പ്രകാരം ഈ പറയപ്പെടുന്ന ഏത് സ്റ്റേജിലാണ് മനുഷ്യന്റെ ബിഹേവിയർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണത്, മറ്റുള്ളവർ എന്നെ പറ്റി എന്താ ചിന്തിക്കുക എന്നുള്ള ഒരു ചിന്താഗതി മനുഷ്യനുണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇത് ഏത് സ്റ്റേജിലാണ് ഈ പറയപ്പെടുന്ന ഈ ഒരു തോട്ട് പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്നാ ചോദിക്കുന്നത്? പോസ്റ്റ് കൺവെൻഷനൽ ആണോ, നോൺ കൺവെൻഷനൽ ആണോ, പ്രീ കൺവെൻഷനൽ ആണോ, അഥവാ കൺവെൻഷനൽ ആണോ? ഇതിൽ ഏത് സ്റ്റേജിലാണ് വാട്ട് ഡു പീപ്പിൾ തിങ്ക് ഓഫ് മീ എന്നുള്ള തോട്ട്സുകൾ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? കൺവെൻഷൻ ആണ് അല്ലെ. നമുക്ക് നോക്കാം. At the conventional level of Kohlberg's moral development, individuals follow social rules and seek approval from others അല്ലെ. അതായത് സമൂഹം നിർമ്മിച്ചിട്ടുള്ള കുറച്ച് റൂൾസിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പോവുകയും അതിന്റെ കൂടെ തന്നെ മറ്റുള്ള സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് അപ്രൂവല് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, their behavior is guided by the desire to be accepted and viewed positively by family, friends and society അല്ലെ. അപ്പോ ഈ ഒരു കൺവെൻഷണൽ ലെവൽ ആളുകൾ പൊതുവെ എന്താ ചിന്തിക്കുക? അതായത് ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി, ഈ പറയപ്പെടുന്നതിന്റെ ചുറ്റിലുമുള്ള ആളുകളൊക്കെ എന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ഈ പറയപ്പെടുന്ന ലെവലിൽ ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് കൺവെൻഷണൽ ലെവലുകൾ മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ് വീണ്ടും പ്രോക്സിമോ ഡിസ്റ്റാൽ വരുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ. നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ അതിന്റെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് പ്രിൻസിപ്പിൾസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ദി പ്രോക്സിമോ ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ഇൻഫാൻസി
ഇൻഫാൻസിൽ എന്താ സംഭവിക്കുന്നത്? ദ ലിംസ് അക്കോർഡിംഗ് ടു പ്രോക്സിമോ ഡിസ്റ്റാൽ പ്രിൻസിപ്പിളില് ഇൻഫാൻസിൽ ഈ പറയപ്പെടുന്ന 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് പിന്നെ കറക്റ്റ് എന്ന് ചോദിക്കുന്നത്? ദ ലിംസ് കണ്ടിന്യൂസ് ടു ഗ്രോ ഫാസ്റ്റർ ദാൻ ദി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോ. Development of language occurs rapidly as it is a sensitive period. Physical development occurs with the development of fine motor skills. ഞാൻ ഓൾറെഡി പ്രോക്സിമോ ഡിസ്റ്റാൽ പറഞ്ഞു തന്നു ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും അല്ലെ? എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നതാണ്? ഓപ്ഷൻ എ ആണ് ഡെഫിനറ്റ്ലി റൈറ്റ്. എന്താണ്? ബിക്കോസ് ലിംസ് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഷോൾഡർ, ഈ കൈയും നമ്മുടെ ബോഡിയും ജോയിന്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ലിംസ് എന്ന് പറയുന്നത്. അപ്പോ ലിംസ് ആയിരിക്കും എന്ത് ചെയ്യുക? പെട്ടെന്ന് വളരുക കമ്പയറിംഗ് വിത്ത് ഹാൻഡ് ആൻഡ് ഫീറ്റ് അല്ലെ? കാരണം എന്താണ്? സെന്റർ പാർട്ട് ആണ് പ്രോക്സിമോ ഡിസ്റ്റാൽ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പൊ എന്താണ്? ദ പ്രോക്സിമോ ഡിസ്റ്റാൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രസ് ഫ്രം ദി സെന്റർ ഓഫ് ദി ബോഡി ഔട്ട്വേർഡ്. സെന്ററിൽ നിന്ന് പുറത്തോട്ട്. ലാർജർ ബോഡി പാർട്സ് സച്ച് ആസ് ട്രങ്ക് ആൻഡ് ലിംസ്. ലിംസ്, ട്രങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അരക്കെട്ട് ആ ഒരു ഭാഗം, നമ്മൾ വയറ് മുതൽ അര വരെ പോകുന്ന 2 ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ്. ഡെവലപ്പ് before smaller parts like hands and fingers which later enable precise movements. Okay, appo correct answer endana? The limbs continues to grow faster than the hands and the feet. Okay, next endana? Children achieve gross motor skills before fine motor skills. This indicates that development is anarchic, cephalocaudal, linear, proximo-distal. The correct answer number children's endana? Gross motor skills ആണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുക കമ്പയറിംഗ് വിത്ത് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റിനെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിക്കുന്നത്? എന്താണ്? പ്രോക്സിമോ ഡിസ്റ്റാൽ. ഇവിടെയും പ്രോക്സിമോ ഡിസ്റ്റാൽ തന്നെയാണ്. ഓക്കെ. ചിൽഡ്രൻ എന്താണ്? ലാർജർ മസിൽസിനാണ് എന്ത് ചെയ്യുക? ആദ്യം ഫോക്കസ് ചെയ്യുക അല്ലെ? ബിക്കോസ് അതെന്താണ്? സെന്റർ ഓഫ് ദി ബോഡി ആണ്. ഡെവലപ്മെന്റ് സംഭവിക്കുന്ന കുട്ടിയൊക്കെ എന്താണ്? സ്മോളർ മസിൽസിലോട്ട് ആ ഡെവലപ്മെന്റ് അങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സെൻസിറ്റീവ്. അതുപോലെ തന്നെ ഇതും കൂടി നിങ്ങൾ നോക്കണേ. സെഫാലോ കൗഡാൽ. ഓക്കെ, സെഫാലോ കൗഡാൽ. ഇതിന്റെ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതും പ്രോക്സിമോ ഡിസ്റ്റാൽ ഞാൻ ഒരുമിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഒരു വീഡിയോയില് എന്റെ ഭാഗത്തുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തമ്മിൽ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, തമ്മിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രോക്സിമോ ഡിസ്റ്റാലും സെഫാലോ കൗഡലും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സെൻസിറ്റീവ് പീരീഡ്സ് ആർ ദോസ് ടൈം പീരീഡ്സ് ഡ്യൂറിംഗ് വിച്ച് ഡാഷ് ആർ എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ഫോർ ദി നോർമൽ കോഴ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ഈ താഴെ പറയപ്പെടുന്നതിലുള്ള ഏത് ഫാക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് അവിടെ പിന്നെ ഈ സെൻസിറ്റീവ് പീരീഡ് എന്ന് വിളിക്കുന്നത് ഏതിനാണെന്ന് ചോദിക്കുന്നത്? ജനറ്റിക് പ്രീഡിസ്പോസിഷൻസ്, എത്നിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഇത് ഏതാണ് സെൻസിറ്റീവ് പീരീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് ജസ്റ്റ് നോക്കാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണല്ലേ. കാരണം എന്താണ്? എ സെൻസിറ്റീവ് പീരീഡ് ഇസ് എ സ്റ്റേജ് when children are especially responsive to environmental experience. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്ന പീരീഡ് എന്താണ്? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എൻവിറോൺമെന്റ്, ചുറ്റുപാട് കുട്ടികളെ അല്ലെങ്കിൽ തന്റെ ആ ഒരു കുട്ടിയുടെ എൻവിറോൺമെന്റ് ആ കുട്ടിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്രോപ്രിയേറ്റ് സ്റ്റിമുലേഷൻ ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂറിംഗ് ദിസ് ടൈം ഗ്രേറ്റ്ലി സപ്പോർട്ട് ഹെൽത്തി ഡെവലപ്മെന്റ് അല്ലെ? ഇപ്പം ആ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലീസ് ഉണ്ടാവും, ടീച്ചേഴ്സ് എല്ലാവരും വരും. ഓക്കെ, അപ്പൊ ഈ സെൻസിറ്റീവ് പീരീഡില് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ചുറ്റുപാടിൽ നിന്ന് എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ലൊരു ഹെൽത്തി ഡെവലപ്മെന്റ് ഉണ്ടാവും. അതേ സമയത്ത് ഈ സെൻസിറ്റീവ് പീരീഡ് സ്റ്റേജില് ആ കുട്ടിയുടെ എൻവയോൺമെന്റ് എല്ലാം ഭയങ്കര മോശമാണ്. ഫാമിലി സിറ്റുവേഷൻ ഭയങ്കര അബദ്ധമാണ്, ഫ്രണ്ട്സും ഭയങ്കര അബദ്ധമാണ്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികൾക്ക് എന്താണ്? വളരെ അൺഹെൽത്തി ആയിട്ട് ഡെവലപ്മെന്റ് കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കുട്ടിയെ എഫക്ട് ചെയ്യുന്ന ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന സെൻസിറ്റീവ് പീരീഡ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ചേഞ്ചസ് ഇൻ ഇമോഷൻ, സെൽഫ് പെർസെപ്ഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി, പിയേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആർ സ്റ്റഡീഡ് അണ്ടർ വിച്ച് ഡൊമൈൻ ഓഫ് ഡെവലപ്മെന്റ് അല്ലെ? അപ്പോ ഇവിടെ എന്താ ചോദിക്കുന്നത്? ചേഞ്ചസ് ഇൻ ഇമോഷൻസ്, ഇമോഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സെൽഫ് പെർസെപ്ഷൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഫാമിലീസ്, ഫ്രണ്ട്സ്, പിയേഴ്സ് തമ്മിലുള്ള ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റിന്റെ ഏത് ഡൊമൈനിലാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നതാണ്? സൈക്കോ സോഷ്യൽ ആണോ, ഫിസിക്കൽ ആണോ, കോഗ്നിറ്റീവ് ആണോ, ലിംഗ്വിസ്റ്റിക് ആണോ? പേര് തരുന്നുണ്ട് അല്ലെ? സൈക്കോ സോഷ്യൽ ആണല്ലേ. കാരണം സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇമോഷന്, സെൽഫ് പെർസെപ്ഷൻ അല്ലെ,
നമ്മുടെ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ പിന്നെ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? സമൂഹം അല്ലെ, ഫാമിലി, പിയേഴ്സ്, ഫ്രണ്ട്സ്. അപ്പോൾ ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഡൊമൈൻ ഓഫ് ഡെവലപ്മെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? സൈക്കോ സോഷ്യൽ. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? സൈക്കോ സോഷ്യൽ ആണ് അല്ലെ. ദ സൈക്കോ സോഷ്യൽ ഡൊമൈൻ ഫോക്കസസ് ഓൺ ഇമോഷണൽ ഡെവലപ്മെന്റ്, സെൽഫ് കോൺസെപ്റ്റ്, personality, social relationship and interaction with family, peers and society. Okay, next question നോക്കാം. The concept of readiness in education is closely related to, ഈ എഡ്യൂക്കേഷനില് റെഡിനെസ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്നതിൽ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണെന്ന് ചോദിക്കുന്നത്. ഒന്നതാണ് മാച്ചുറേഷൻ ആൻഡ് പ്രയർ എക്സ്പീരിയൻസ്, ഓൺലി ഫിസിക്കൽ ഗ്രോത്ത്, പണിഷ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്, പിയർ പ്രഷർ. ഇത് റെഡിനെസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്കാണെന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? മാച്ചുറേഷൻ ആൻഡ് പ്രയർ എക്സ്പീരിയൻസ് അല്ലെ. റെഡിനെസ് റെഫേഴ്സ് ടു ലേണേഴ്സ് പ്രിപ്പയർഡ്നെസ് ടു അക്വയർ എ ന്യൂ സ്കിൽ ഓർ കോൺസെപ്റ്റ് അല്ലെ. അപ്പോ റെഡിനെസ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ റെഡി ആയിട്ട് നിൽക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരു പുതിയ സ്കില്ലോ കോൺസെപ്റ്റോ പഠിക്കാനും വേണ്ടി അല്ലെ, അത് പഠിക്കാനും വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് റെഡിനെസ് എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് മാച്ചുറേഷൻ, ബയോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രീവിയസ് ലേണിംഗ് എക്സ്പീരിയൻസ് വിച്ച് ടുഗദർ എനാബിൾ സക്സസ്ഫുൾ ലേണിംഗ്. ഓക്കെ, അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള റെഡിനെസ്സിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ലേണിംഗ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബയോളജിക്കൽ ആയിട്ട് ഡെവലപ്മെന്റ് ആവശ്യമാണ്. അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരാൾ കൃത്യമായിട്ടുള്ള റെഡിനെസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സി, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ട്, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഇത് പെർസീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾ കമന്റ് ബോക്സിൽ വൺ വേ ഇറ്റ്സ് കമന്റ് ബോക്സ്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ദർ. സോ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്ന കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷൻ നടത്തിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which of the following statement doesn't indicate a characteristics of infancy? ഈ താഴെ കൊടുത്തതിൽ ഇൻഫാൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് ഫേസ് ദ ചൈൽഡ് ഈസ് ഡിപെൻഡന്റ് ഓൺ അതേഴ്സ്. അത് നമുക്ക് നിങ്ങളെന്ന മൈൻഡിൽ അതിന്റെ ആൻസർ പറയട്ടെ. ഇൻഫാൻസിയുടെ ഒക്കെ ഇൻ ദിസ് ഫേസ് ദ ചൈൽഡ് ഈസ് സെൽഫിഷ് ആൻഡ് സെൽഫ് സെന്റേർഡ്. ഡ്യൂറിംഗ് ദിസ് ഫേസ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട്സ് ആർ നോട്ട് എക്സ്പ്രസ്ഡ്. സോഷ്യൽ ബിഹേവിയർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഗ്രൂപ്പ് ഗെയിംസ്. ഓക്കെ, ഈ പറയപ്പെടുന്ന ഇൻഫാൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാ എല്ലാത്തത് ഏതെന്ന് ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? സോഷ്യൽ ബിഹേവിയർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഗ്രൂപ്പ് ഗെയിംസ് അല്ലെ. ഇൻഫാൻസ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രൂപ്പ് ഗെയിംസ് അല്ല. ആ ഒരു കാരണം ഇൻഫാൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആകാനുള്ള ഒരു സ്റ്റേജ് അല്ല ഇൻഫാൻസ് എന്ന് പറയുന്നത് അല്ലെ. കാരണം അവിടെ എൻവയോൺമെന്റുമായിട്ട് അത്ര കൊലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് അല്ല ഇൻഫാൻസി എന്ന് പറയുന്നത് അല്ലെ. സോഷ്യൽ ബിഹേവിയേഴ്സ് ത്രൂ ഗ്രൂപ്പ് പ്ലേ ഡെവലപ്സ് ലേറ്റർ ഡ്യൂറിംഗ് ഏർലി ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡ് അല്ലെ. അപ്പം ഈ പറയപ്പെടുന്ന ഗ്രൂപ്പ് ഗെയിംസിലൂടെ സോഷ്യൽ ബിഹേവിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണ്? ഈ പറയപ്പെടുന്ന ഏർലി ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡിലാണ് കേട്ടോ. ഇൻഫാൻസി ഈസ് മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ ഡിപെൻഡൻസ് ഓൺ കെയർ ഗിവേഴ്സ് ആൻഡ് റാപ്പിഡ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സെൻസറി ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇൻഫാൻസിയുടെ എല്ലാ ഡെവലപ്മെന്റ്സും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഏർലി ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡിന്റെ വീഡിയോസ് ഉണ്ട്. അതും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആട്ടോ, ആവശ്യമുള്ളവർ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനോട് നമുക്ക് ഇൻഫാൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ചൈൽഡ് ഈസ് ഡിപെൻഡന്റ് ഓൺ അതേഴ്സ്, ഇത് ഇൻഫാൻസി ആണ്. ചൈൽഡ് ഈസ് സെൽഫിഷ് ആൻഡ് സെൽഫ് സെന്റേർഡ്, ഈഗോ സെൻട്രിസ് ആണ് കുട്ടികളെ. ഡ്യൂറിംഗ് ദിസ് ഫേസ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട്സ് ആർ നോട്ട് എക്സ്പ്രസ്ഡ്. ഇതൊക്കെ എന്താണ്? ഇൻഫാൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഒരൊറ്റ ഓപ്ഷൻ ഡി മാത്രമാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1 second. Drawing conclusion based on personal and social experiences rather than scientific evidence is known as which method? ഇത് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണോ? ഡെവലപ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. ലെറ്റ് സി. എനിവേ ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ, നമുക്ക് കൺഫേം ചെയ്യാം ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലാണോ എന്നുള്ളത്. ഓക്കെ,
കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസ്. പിന്നെ സയന്റിഫിക് എവിഡൻസ് അല്ലെ, സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങൾ എന്താണ്, പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതുവഴി നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, റേദർ ദാൻ സയന്റിഫിക് എവിഡൻസ്. ഇതിനെ വിളിക്കുന്ന, ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത് ആം ചെയർ മെത്തേഡ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഡെവലപ്മെന്റ് മെത്തേഡ്. കറക്റ്റ് ആൻസർ എന്താണ്? ആം ചെയർ മെത്തേഡ് കേട്ടോ. The armchair method relies on personal experiences, opinions and observation instead of systematic scientific investigation അല്ലെ. അപ്പൊ ആംചെയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മളെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പം റിലീജിയൻ എന്ന് പറയുന്ന ഒരു ആംചെയർ മെത്തേഡ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് സയന്റിഫിക്കലായിട്ട് എവിഡൻസ് ഉള്ള കാര്യമില്ല. പക്ഷെ ഓരോ വ്യക്തികളും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഒബ്സർവേഷൻ ആണ് എന്ത് ചെയ്യുക, അവിടെ കൂടുതൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുക. അതാണ് ഈ ആംചെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, therefore its conclusion may not always be objective or scientifically valid. അല്ല, അതുകൊണ്ട് തന്നെ ആംചെയർ മെത്തേഡിലൂടെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ എന്താണ്, അത് സയന്റിഫിക്കലി വാലിഡ് ആയിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ? All individuals do not have same span of attention. Span of attention different from person to person. Span of attention should be considered during teaching learning. Span of attention of small children is bigger and decrease with age. ഈ പറയപ്പെടുന്നതിൽ സ്പാൻ ഓഫ് അറ്റൻഷന്റെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്ത ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? സ്പാൻ ഓഫ് അറ്റൻഷൻ ഓഫ് സ്മോൾ ചിൽഡ്രൻ ഈസ് ബിഗർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഏജ് എന്നതിന്റെ കറക്റ്റ് അല്ല. ഓക്കെ, യങ് ചിൽഡ്രൻസ് generally have a short attention span which gradually increases as they grow older. Teachers should plan learning activities according to the learner's attention span. അല്ലെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് വളരെ ചെറിയ, ഇപ്പൊ 1 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്തില്ല, യങ് ചിൽഡ്രൻസിന് എന്താണ് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ, 1 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കും. കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ, എന്തിനു പറയും, നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ ഭയങ്കര കുറവല്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ടു ബി വെരി ഹോണസ്റ്റ് കുറെ സ്കിപ്പ് അടിച്ച് കാണുന്ന ആളുകളുണ്ടോ? ഓക്കെ, ഞാനല്ല, ഞാൻ നിങ്ങൾ കുറ്റം പറയട്ടോ, ഞാനായാലും അങ്ങനത്തെ കാണുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരുപാട് സമയമുള്ള വീഡിയോസ് നമ്മൾ ഒന്നിക്കാൻ 1.5x ഇടും, അല്ലെങ്കിൽ 2x ഇട്ട് വേഗം സ്പീഡിൽ പോകും നമ്മുടെ, കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ വേഗം പോകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ അങ്ങ് അടിച്ചങ്ങ് പോകും. ഓക്കെ, അപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ അവർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, while reading a story a person empathizes with the character and imagines their experiences. This type of imagination is called, നമ്മൾ ഒരു കഥ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കഥയിലുള്ള ക്യാരക്ടർ നമ്മൾ അതിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ബിൽഡ് ചെയ്യുമല്ലോ അല്ലെ, കഥകൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇമാജിനേഷൻ വിളിക്കുന്ന പേരെന്ന് ചോദിക്കുന്നത് ഇമിറ്റേറ്റീവ്, പ്രാഗ്മാറ്റിക്, എസ്തെറ്റിക്, ഡിസിപ്ലിൻ. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? എസ്തെറ്റിക് ആണ് അല്ലെ. എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു കാവ്യാത്മക ഉൾക്കൊള്ളാനുള്ള നമ്മളെ എബിലിറ്റി അല്ലെ. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത് വെറും ചിത്രത്തിൽ എന്ന് പറയാൻ പാടില്ല, കാരണം ആ ചിത്രത്തിനുള്ളിൽ ഒരുപാട് ആഴങ്ങളുള്ള അർത്ഥങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അതിനെ നമ്മൾ എസ്തെറ്റിക് എന്ന് പറയാം. ഓക്കെ, aesthetic imagination involves appreciating and emotionally experiencing literature, art and creative work. Okay, അത് ലിറ്ററേച്ചറും ആർട്ടും ക്രിയേറ്റീവ് വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിന്റെ അർത്ഥത്തിൽ നമ്മളിങ്ങനെ ഫീൽ ചെയ്യാണ്. റൈറ്റ്, ഇറ്റ് അലോസ് റീഡേഴ്സ് ടു വിഷ്വലൈസ് ഇവന്റ്സ് ആൻഡ് എംപതൈസ് വിത്ത് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഇമോഷൻസ്. ഓക്കെ, അത് വിഷ്വലൈസ് ചെയ്യാനും ആ ഇമോഷനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് ആ ഒരു ക്യാരക്ടറിന്റെ ഹൃദയം നമ്മളിലോട്ട് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലായല്ലോ. റൈറ്റ്, ആ ഒരു സാധനമാണ്. ഞാൻ തീരെ എസ്റ്റിക്കേണ്ട ഒരു പേഴ്സൺ ഇല്ല, അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡ് പറയാൻ അറിയില്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് പ്ലേ ബെസ്റ്റ് എൻകറേജസ് സോഷ്യൽ നെഗോഷിയേഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് എമംഗ് പിയേഴ്സ്? ഓക്കെ, ഈ പറയപ്പെടുന്നതില് സോഷ്യൽ നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലെ. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം, അത് ഭയങ്കരമായിട്ടുള്ള ഒരു നാർസിസ്റ്റ് സ്വഭാവത്തിലോട്ട് കുട്ടികൾ പോകും. അങ്ങനെ പാടില്ല. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ചില അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നെഗോഷിയേറ്റ് ചെയ്യും. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ നടത്താനുള്ള ഒരു സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈ താഴെ കൊടുത്തിട്ടുള്ള പ്ലേയില് ഏതാണ് സോഷ്യൽ നെഗോഷിയേഷനും കോൺഫ്ലിക്ട് റെസൊല്യൂഷനും ഈ 2 സ്കില്ലുകളും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന പ്ലേ ഏതാണെന്ന് ചോദിക്കുന്നത്? കോഓപ്പറേറ്റീവ് പ്ലേ, പാരലൽ പ്ലേ, സോളിറ്ററി പ്ലേ, അസോസിയേറ്റീവ് പ്ലേ. ഓക്കെ, ഇത് കറക്റ്റ് ആൻസർ എന്താണ്? കോഓപ്പറേറ്റീവ് പ്ലേ ആണല്ലേ, സഹകരണം, കോഓപ്പറേഷൻ. റൈറ്റ്, കോഓപ്പറേറ്റീവ് പ്ലേ ഇൻവോൾവ്സ് ചിൽഡ്രൻ വർക്കിംഗ് ടുഗദർ towards a common goal. It promotes communication, teamwork, negotiation, problem solving and conflict resolution, making it an important stage of social development. അല്ലെ, കോഓപ്പറേറ്റീവ് പ്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കുട്ടികൾ എന്താണ് അവരുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു പ്ലേ ആണ്. ഇവിടെ എന്താണ്,
പിന്നെ ഈ ഒരു പ്ലേയിലൂടെ കുട്ടികൾ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യും, നല്ലൊരു ടീം വർക്ക് ബിൽഡ് ചെയ്യും, നെഗോഷിയേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യും, പ്രോബ്ലം സോൾവിങ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര മതി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കരുത്. നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സുകളും ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, എനിക്കും അതെന്താണ് ഹെൽപ്ഫുൾ ആണ്. അതിന്റെ കൂടെ തന്നെ ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കാരണം ചിലപ്പോ ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പ്രോക്സിമോ ഡിസ്റ്റാൽ ആണ്, ചിലപ്പോ നമ്മളെ എക്സാമിന് പിന്നെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ടോപ്പിക് ഉള്ള എന്തോ ഒരു കൗഡലാണ്, സെലോഫ കൗഡൽ അങ്ങനെ എന്തോ ആണ്, ഞാൻ പേര് മറന്നുപോയി. ചിലപ്പോൾ ആ ഒരു ഭാഗം ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ അതിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പ്ലേലിസ്റ്റ് ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അവിടെ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ആംഗിളും പഠിക്കണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തന്നെ വരണമെന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട വേറെ ചോദ്യങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് ആക്സ് ചെയ്താൽ മതി. എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യാ, okay, so that's all about today's session. So we'll see you in the next video. Till then, bye and thanks everyone.